ഇൻഫോർടൈൻമെന്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തമിഴും മലയാളവും കന്നഡവും തെലുഗും തുളുവും എല്ലാം ദ്രാവിഡ ഭാഷാ ഗോത്രത്തിൽ ഉൾപ്പെട്ട ഭാഷകളാണെന്ന് നിങ്ങൾക്കറിയാമായിരിക്കും. ഇതുപോലെ മലയാളത്തിന്റെയും തമിഴിന്റെയും ഒക്കെ ഒരു സഹോദരി ഭാഷ, സിസ്റ്റർ ലാംഗ്വേജ് അങ്ങ് കിഴക്കൻ പാകിസ്ഥാനിൽ സംസാരിക്കുന്നുണ്ടെന്ന കാര്യം നിങ്ങൾക്കറിയാമോ? പാകിസ്ഥാനിൽ മാത്രമല്ല, അഫ്ഗാനിസ്ഥാനിലും ഇറാനിലും ചില അതിർത്തി പ്രദേശങ്ങളിൽ ബ്രാഹുയി എന്ന ഈ ഭാഷ ഇപ്പോഴും സംസാരിക്കുന്നുണ്ട്. ബ്രാഹുയി ഭാഷ ദ്രാവിഡ ഭാഷാ ഗോത്രത്തിൽ ഉൾപ്പെട്ടതല്ലെന്ന് പറയുന്ന ഗവേഷകരും അനവധിയാണ്. തെക്കേ ഇന്ത്യയിൽ ഉത്ഭവിച്ചതാണ് എന്ന് പൊതുവെ വിശ്വസിക്കപ്പെടുന്ന ദ്രാവിഡ ഭാഷയിൽ ഒരു ഭാഷ എങ്ങനെയാണ് കിഴക്കൻ പാകിസ്ഥാനിൽ എത്തിയതെന്ന സംശയം ഒരു വിഭാഗം ഗവേഷകർക്കിടയിലുണ്ട്. അതല്ല, നോർത്തിൽ നിന്നും തെക്കേ ഇന്ത്യയിലേക്ക് ഒട്ടേറെ പലായനങ്ങളുടെ ഭാഗമായി ദ്രാവിഡ ഭാഷാ ഗോത്രം എത്തിച്ചേർന്നതാണെന്ന നിഗമനവും ഗവേഷകർക്കിടയിലുണ്ട്. എന്തൊക്കെയാണെങ്കിലും ബ്രാഹുയിക്കാരെ എത്നിക് ഗ്രൂപ്പായിട്ടാണ് കണക്കാക്കുന്നത്. അതായത് കൃത്യമായ ഒരു സംസ്കാരവും പ്രത്യേകം സാമൂഹിക ജീവിതവും ഇവർക്കുണ്ടെന്ന് സാരം. പാകിസ്ഥാനിലെ ന്യൂനപക്ഷ ഭാഷാ പദവിയും ബ്രാഹുയിക്ക് ലഭിച്ചിട്ടുണ്ട്. പേഴ്സോ അറബിക് സ്ക്രിപ്റ്റിൽ എഴുതുന്ന ഏക ദ്രാവിഡ ഭാഷയും ബ്രാഹുയിയാണ്. നമ്മൾ ഇടത്തു നിന്നാണ് മലയാളം തമിഴും അടക്കമുള്ള ഭാഷകൾ എഴുതുന്നതെങ്കിൽ ബ്രാഹുയി അറബി എഴുതുന്നത് പോലെ വലത് ഭാഗത്ത് നിന്ന് ഇടതു ഭാഗത്തേക്കാണ് എഴുതുക. മറ്റ് ദ്രാവിഡ ഭാഷകളിൽ നിന്നും ഭൂമിശാസ്ത്രപരമായി ഇത്രയും അകലെ എങ്ങനെയാണ് ബ്രാഹുയി എന്ന ഈ ഭാഷ എത്തിപ്പെട്ടത് എന്ന കാര്യത്തിൽ പൊതുവായി അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു നിഗമനങ്ങളും ഗവേഷകർക്കിടയിൽ ഇല്ല എന്നുള്ളതാണ് സത്യം. ജോസഫ് എൽഫെയിൻബെൻ 1989 അവതരിപ്പിച്ച തിയറി പ്രകാരം ദ്രാവിഡ ഭാഷാ വിഭാഗം BC 3-ാം നൂറ്റാണ്ടോടുകൂടി വടക്ക് ഭാഗത്തേക്ക് പലായനം ചെയ്തു. പിന്നീട് BC 2-ാം നൂറ്റാണ്ടോടുകൂടി ഈ വിഭാഗത്തിൽ ഒരു കൂട്ടം തെക്ക് ഭാഗത്തേക്ക് കുടിയേറി. അങ്ങനെ വടക്ക് ഭാഗത്ത് തന്നെ തുടർന്ന ഒരു കൂട്ടമാണ് ബ്രാഹുയി വിഭാഗമായി മാറിയത് എന്നാണ് ഈ തിയറി പ്രകാരം പറയുന്നത്. പക്ഷേ മധ്യ ഇന്ത്യയിൽ നിന്നും ബലൂചിസ്ഥാനിലേക്ക് അടുത്തെപ്പോഴോ കുടിയേറിയ ഒരു വിഭാഗമാണ് ബ്രാഹുയി എന്നും അഭിപ്രായപ്പെടുന്ന ഗവേഷകരുണ്ട്. AD 1-ാം നൂറ്റാണ്ടോടുകൂടി മധ്യ ഇന്ത്യയിൽ നിന്നും ബലൂചിസ്ഥാനിലേക്ക് കുടിയേറി എന്നാണ് ഈ വിഭാഗം ഗവേഷകർ അഭിപ്രായപ്പെടുന്നത്. എന്നാൽ ജനിതക ഗവേഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഇത് തെറ്റായ കാര്യമാണ്. മധ്യ ഇന്ത്യയിലെ ദ്രാവിഡ ഗോത്രക്കാരുമായി ബലൂചിസ്ഥാനിലെ ബ്രാഹുയി വിഭാഗത്തിന് ജനറ്റിക്കലി ഒരു ബന്ധവുമില്ല എന്നാണ് തെളിഞ്ഞിട്ടുള്ളത്. എന്നാൽ ബലൂചിസ്ഥാനിൽ തന്നെയുള്ള മറ്റ് ബലൂചി സ്പീക്കേഴ്സുമായി അവർക്ക് ബന്ധമുണ്ട് താനും. അതായത് ബ്രാഹുയി വിഭാഗക്കാർക്ക് അവിടത്തുകാരുമായി തന്നെയാണ് ജനറ്റിക്കലി ബന്ധമുള്ളത്. ബ്രാഹുയിലെ 20% വാക്കുകളുടെയും ഉത്ഭവം ബലൂചി ഭാഷയിൽ നിന്നും ഇൻഡോ ആര്യൻ ഭാഷകളിൽ നിന്നുമാണ്. 35% വാക്കുകളും പേഴ്സോ അറബിക് ഭാഷകളിൽ നിന്നുമാണ് വന്നിട്ടുള്ളത്. 15% വാക്കുകളും ദ്രാവിഡ ഭാഷകളിൽ നിന്നുമാണ്. 10% വാക്കുകളുടെ ഉത്ഭവം ഏത് ഭാഷയിൽ നിന്നാണെന്ന് കണ്ടെത്താനും സാധിച്ചിട്ടില്ല. യുനെസ്കോയുടെ 2009 കണക്ക് പ്രകാരം പാകിസ്ഥാനിലെ 27 ഭാഷകളിൽ ഒന്നാണ് ബ്രാഹുയി. അൺസേഫ് അഥവാ വൾനറബിൾ എന്ന കാറ്റഗറിയിലാണ് ബ്രാഹുയി ഭാഷയെ യുനെസ്കോ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വംശനാശം സംഭവിച്ചേക്കാം എന്നർത്ഥം. സേഫ്, അൺസേഫ് ഓർ വൾനറബിൾ, ഡെഫിനിറ്റ്ലി എൻഡേഞ്ചേർഡ്, സീവിയർലി എൻഡേഞ്ചേർഡ്, ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ്, എക്സ്റ്റിങ്ക്ട് എന്നിങ്ങനെ ഭാഷകളെ അതിന്റെ നിലനിൽപ്പിനെ അടിസ്ഥാനമാക്കി യുനെസ്കോ തരംതിരിച്ചിട്ടുണ്ട്. ഇതിൽ അൺസേഫ് അഥവാ വൾനറബിൾ എന്ന വിഭാഗത്തിലാണ് ബ്രാഹുയി ഭാഷ ഉൾപ്പെടുന്നത്. സ്പീക്കേഴ്സിന്റെ എണ്ണവും മറ്റും കണക്കാക്കിയാണ് യുനെസ്കോയുടെ ഈ തരംതിരിവ്. ഇന്ത്യയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല ദ്രാവിഡ ഭാഷാ ഗോത്രം എന്ന് മനസ്സിലായല്ലോ. ആര്, എന്തിന്, എന്തുകൊണ്ട് ലോക ഭാഷകളെല്ലാം ഇതുപോലെ ഭാഷാ കുടുംബങ്ങളായി വേർതിരിച്ചു എന്നൊക്കെയുള്ള കാര്യങ്ങൾ ആവശ്യമെങ്കിൽ മറ്റൊരു വീഡിയോയിൽ നമുക്ക് സംസാരിക്കാവുന്നതാണ്. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. നന്ദി.